നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി മാസം 8-ാം തീയതി 1201 ആണ്ട് മകരമാസം 25-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ ഉദയനക്ഷത്രം ചോതി നക്ഷത്രമാണ്. ഇന്ന് ചോതി നക്ഷത്രം ഞായറാഴ്ച സൂര്യൻ്റെ ദിവസമാണ്. പ്രപഞ്ചനാഥനായ സൂര്യൻ്റെ ദിവസം. ഏറ്റവും പോസിറ്റീവ് എനർജി, കാരണം പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ സൂര്യനില്ലെങ്കിൽ ഒന്നുമില്ല. നവഗ്രഹങ്ങളുടെ അധിപനാണ്, നക്ഷത്രദേവനാണ് സൂര്യൻ. ആ സൂര്യൻ്റെ ദിവസമാണ് ഇന്ന്. നല്ലൊരു നക്ഷത്രവും കൂടി ആകയാൽ ഇന്നത്തെ ദിവസം വളരെ ശോഭനമാണ്, ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമാണ്. എപ്പോഴും ഞായറാഴ്ച ദിവസം നല്ലൊരു ദിവസം കിട്ടിയില്ലെങ്കിൽ ആ ഒരു ആഴ്ചയ്ക്കുള്ള എനർജി സേവ് ചെയ്യുന്ന ദിവസമാണ്, ചാർജ് ചെയ്യുന്ന ദിവസമാണ് ശരിക്കും ഞായറാഴ്ച. ചിലപ്പോൾ ദൂരോട്ട് ജോലി ചെയ്യുന്നവർ വരെ ഞായറാഴ്ച വീട്ടിൽ വന്ന് കുടുംബസമേതം നിന്നിട്ട് പോകാം എന്ന് തീരുമാനിക്കുന്ന ദിവസം. അല്ലാതെ തന്നെ ഒരാഴ്ചത്തെ ജോലി ഭാരമെല്ലാം ഇറക്കി വെച്ച് വീട്ടിൽ സമാധാനത്തോടുകൂടി നിൽക്കാൻ ശ്രമിക്കുന്ന ദിവസം. അന്നത്തെ ദിവസം കൊള്ളൂല്ലെങ്കിൽ എന്തു ചെയ്യും? അവിടെ പലതരത്തിൽ സംസാരമാവും, പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ഒരാഴ്ചയ്ക്കുള്ള എനർജി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നല്ലൊരു ദിവസത്തെ ദൈവം തന്നിരിക്കുകയാണ്. അപ്പോൾ എന്ത് നല്ല കാര്യങ്ങൾക്കും പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് നിങ്ങൾക്കിന്ന്. അതുപോലെ മകരമാസത്തിലെ ചോതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം വളരെ സൗഖ്യപ്രദമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. സന്തോഷപ്രദമായ ഒരു വർഷത്തെ നമുക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും ഉന്നതിക്കുമൊക്കെ ഇടവരുന്ന ഒരു വർഷത്തെ നമുക്ക് പ്രദാനം ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും ഈ ഒരു വർഷത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇപ്പോൾ ചോതി നക്ഷത്രവും ഒത്തു വന്നിരിക്കുന്നത് കൊണ്ട് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷപ്രദമായ ഒരു വർഷമാണ്. പ്രശസ്തിയും ധനനേട്ടവും ജോലിയിൽ ഉയർച്ചയും മറ്റ് ഇൻക്രിമെൻറ്റുകൾ കിട്ടുക, നമുക്ക് പലതരത്തിലുള്ള അംഗീകാരങ്ങൾ കിട്ടാനൊക്കെ ഇടവരുന്ന ഒരു വർഷമാണ് നിങ്ങൾക്കെന്ന് അറിയുക. അപ്പോൾ ഈ ഒരു വർഷത്തെ നമ്മൾ എന്തിനാ അറിയുന്നു? നമുക്ക് ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ പ്ലാൻ ചെയ്യാൻ വേണ്ടി. കൊള്ളൂല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം, കൊള്ളാമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് കൊള്ളാവുന്ന ഒരു വർഷം കിട്ടിയിരിക്കുന്ന സ്ഥിതിക്ക് അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. നമ്മൾ രാഹുകാലവും ഗുളികകാലവും യമകണ്ഠ കാലവും ഒക്കെ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോഴും ഇത് നോക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ കലണ്ടർ നോക്കിയിട്ട് ഇറങ്ങും. കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കോമൺ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് അതാത് ദിവസത്തെ സൂര്യോദയത്തെ ആസ്പദമാക്കിയാണ് വന്നിക്കുന്നത്. ഇന്ന് രാഹുകാലം തുടങ്ങുന്നത് 4:30 മണി മുതൽ 6 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 5 മണി 1 മിനിറ്റ് തൊട്ട് രാഹുകാലം ആരംഭിക്കും. 6 മണി 28 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാല സമയം 6 മണി 28 മിനിറ്റ് വരെ ഉണ്ട്. 6 മണിക്ക് തീരൂല, 4:30 തുടങ്ങത്തില്ല, 5 മണി 1 മിനിറ്റ് ആകുമ്പോഴേ തുടങ്ങുള്ളൂ. അത് മനസ്സിലാക്കി വേണം ഓരോ കാര്യത്തിന് പുറത്തു പോവുകയും. യാത്രയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം രാഹുകാലത്തിന് കൊടുക്കേണ്ടത്. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠ കാലത്തിനും വളരെ പ്രാധാന്യമുണ്ട്. ഒരു ശുഭകാര്യങ്ങൾക്കും അത്ര നല്ലതല്ല. അതിൽ ഗുളികകാല സമയം വരുന്നത് 3 മണി 33 മിനിറ്റ് തൊട്ട് 5 മണി 1 മിനിറ്റ് വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 12:39 തൊട്ട് 2 മണി 6 മിനിറ്റ് വരെയും. ഈ സമയം ഒഴിവാക്കി കളയുക. അതുപോലെ ഇന്ന് നമുക്ക് മുഹൂർത്തമുള്ള ദിവസമാണ് എങ്കിൽ പോലും നമുക്ക് മുഹൂർത്തങ്ങളുടെ രാജാവായ അഭിജിത്ത് മുഹൂർത്തം ഇന്നും 12 മണി 15 മിനിറ്റ് തൊട്ട് ആരംഭിക്കും. 1 മണി 3 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരമുണ്ട്. ഈ സമയം നമുക്കൊന്നും നോക്കാതെ തന്നെ ഈ മുഹൂർത്ത രാശിക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. റെഡ് കളറോ
അല്ലെങ്കിൽ താമരപ്പൂവിൻ്റെ കളറോ റോസ് കളറോ അല്ലെങ്കിൽ ഗോൾഡൻ കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രങ്ങൾ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വലിച്ചെടുക്കാൻ പ്രപഞ്ചനാഥൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം സൂര്യഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും പ്രകാശം അരുളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.